നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 വിഷുഫലമാണ്. ഉത്രം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. ഉത്രം നക്ഷത്രത്തിന്റെ വിഷുഫലം. അപ്പോ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. സാധാരണ അന്നാണ് ഈ നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. അപ്പോ സാധാരണ ഏപ്രിൽ 14 വിഷു ആഘോഷിക്കുമ്പോൾ ഈ പ്രാവശ്യം നമ്മൾ വിഷു ആഘോഷിക്കുന്നത് ഏപ്രിൽ 15 ഏപ്രിൽ 15 നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. കാരണം അന്ന് ഏപ്രിൽ 14 സൂര്യോദയം കഴിഞ്ഞതിന് ശേഷമാണ് സൂര്യൻ മേടൻ രാശിയിലേക്ക്, തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ സൂര്യോദയം കഴിഞ്ഞുപോയി, അതിനുശേഷമാണ്. അപ്പൊ രാവിലെ 9:34 സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അപ്പൊ ആ സംക്രമിക്കുന്ന ആ സമയത്തിന്റെ സംക്രമ പുരുഷന്റെ ഇതനുസരിച്ചാണ് വിഷു ഇപ്രാവശ്യം അത് 15 മാറ്റിയിരിക്കുന്നത്. അപ്പോ ഈ മേടൻ രാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന ആ സംക്രമിക്കുന്ന ആ സമയത്തിനെ, അല്ലെങ്കിൽ ആ സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച്, സമയമനുസരിച്ച് 2026 പഞ്ചാംഗ വിധിപ്രകാരം നക്ഷത്രങ്ങളെ 2 വേർതിരിച്ചിട്ടുണ്ട്. അതായത് ശൂലമെന്നും ഖഡ്ഗമെന്നുമാണ് വേർതിരിച്ചിട്ടുള്ളത്. ശൂലം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 3 ഭാഗമുണ്ട്. അത് 9 നക്ഷത്രങ്ങളാണ് ശൂലത്തിൽ വരുന്നത്. അതില് ആദിശൂലമെന്നും അന്ത്യശൂലമെന്നും മധ്യശൂലമെന്നും ഒക്കെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഖഡ്ഗത്തിൽ 18 നക്ഷത്രങ്ങൾ വരുന്നുണ്ട്. ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾ 18 നക്ഷത്രങ്ങളാണ്. അപ്പൊ 18 നക്ഷത്രങ്ങൾ ആദ്യ ഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം ഇതിലാണ് വരുന്നത്. അപ്പൊ 9 നക്ഷത്രങ്ങൾ ശൂലത്തിലും 18 നക്ഷത്രങ്ങൾ ഷഡ്ഗത്തിലും വരുന്നു. പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് 2026. അങ്ങനെ നോക്കുമ്പോൾ ഈ ഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം വളരെ ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രങ്ങൾക്ക് ഈ വിഷുഫലം അത്ര ഗുണകരമല്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പറയുന്ന ഉത്രം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ്. ഉത്രം നക്ഷത്രം ഏതിലാണ് വരുന്നതെന്നും അതിന്റെ വിഷുഫലം എന്താണെന്നും നമുക്കിപ്പോൾ പറയാം. ഉത്രം നക്ഷത്രം മധ്യഷഡ്ഗത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫലങ്ങളാണ് ഇവർക്ക് കിട്ടുന്നത്. എല്ലാ വിധത്തിലും ശുഭകരമായ ഒരു സ്ഥിതി വിഷുഫലമായി ഈ ഉത്രം നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നതാണ്. സമൂഹത്തിൽ ഉയർന്ന പദവി കിട്ടാനുള്ള അവസരങ്ങൾ ഇവർക്ക് വരുന്നതാണ്. ജോലി സ്ഥലത്തും അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥലത്തുമൊക്കെ ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്ന സമയവും കൂടിയാണ്. ഇവർക്ക് ഉയർന്ന വിധത്തിലുള്ള പ്രമോഷനോ അതേപോലെ തന്നെ ശമ്പള വർധനയോ
അതുമല്ലെങ്കിൽ ജോലി സംബന്ധമായ മറ്റ് ഉയർച്ചകളോ ഉണ്ടാകാവുന്ന ഒരു ഫലമാണ് വിഷുഫലമായി ഉണ്ടാകുന്നത്. ബഹുമാനങ്ങളും പ്രശസ്തിയും ഇവരെ തേടി വരികയും ചെയ്യും. പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർക്ക് അംഗീകാരവും പ്രശസ്തിയും കിട്ടുന്ന സമയമായി വിഷുഫലമായി ഉണ്ടാകുന്നത്. അപ്പോൾ എന്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച്, ഈ ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് വിശേഷപ്പെട്ട പല വസ്തുക്കളും കൈവശം വന്നു ചേരുന്ന ഒരു സമയവും കൂടിയാണ് ഈ വിഷുഫലം തരുന്നത്. വിശേഷപ്പെട്ട വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ എന്നിവ ഇവർക്ക് കിട്ടാനിടവരും. ഗ്രഹനിർമ്മാണം നടത്താനോ അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം പൂർത്തീകരിച്ചവർക്ക് ഗ്രഹപ്രവേശനം നടത്താനോ അതുമല്ലെങ്കിൽ ഗ്രഹ നിർമ്മാണത്തെപ്പറ്റി ആലോചിക്കാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ വിഷുഫലമായി. ഇനി അതുമല്ലെങ്കിൽ വീട് നിർമ്മിക്കാൻ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വസ്തു വാങ്ങാനും ആ വസ്തുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനും ഇവർക്ക് കഴിയുന്നതാണ്. മംഗളമുഹൂർത്തങ്ങളിൽ ഇവർക്ക് പങ്കെടുക്കേണ്ടതായിട്ട് വരും. അതുമല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ തന്നെ കർമ്മങ്ങൾ നടക്കാനും ഇടവരും. വിവാഹ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ വിഷുഫലമായി ഇടവരുന്നതാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവും. പലവിധ തടസ്സങ്ങളാൽ ഇവർക്ക് നടക്കാതെ പോയ പല കാര്യങ്ങളും ഇവർക്ക് ഈ വിഷുഫലമായി നടന്നു കിട്ടുന്നതാണ്. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് അത് കിട്ടാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇവരെന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും, എന്ത് കർമ്മത്തിൽ ചെന്നാൽ, കർമ്മഫലമായി എന്ത് കാര്യങ്ങൾ ചെയ്താലും കർമ്മഫലമായി ഇവർക്ക് ഗുണം കിട്ടുന്ന അവസ്ഥയാണ് ഉള്ളത്. സുഹൃത്ത് ബന്ധങ്ങൾ ഇവർക്ക് ദൃഢമാവുന്ന അവസരമാണ് വരുന്നത്. സുഹൃത്തുക്കളുമായി ഒത്തുചേരാനും അവർക്ക് അതിനുള്ള സമയങ്ങളും വന്നു ചേരുന്നതാണ്. സുഹൃത്തുക്കളുമായിട്ട് ഒത്തുകൂടി വിനോദയാത്ര പോകാനോ അല്ലെങ്കിൽ ഒത്തുകൂടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനോ ഒക്കെ അവസരം വരും. ബന്ധുജനപ്രീതി കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ബന്ധുക്കളിൽ നിന്നും ഇവർക്ക് നല്ല പ്രീതി കിട്ടുന്ന ഒരു സമയവും ആണ്. അകന്നു പോയവർ, ഇവരെ സംബന്ധിച്ച് ഇവരിൽ നിന്നും അകന്നു പോയവർ ഇവരോട് അടുത്തു വരുന്ന ഒരു സമയവും കൂടിയാണ്. ശത്രുക്കൾ മിത്രങ്ങളാകുന്ന ഒരു സമയമാണ്. അതായത് നേരത്തെ ഇവർക്ക് ശത്രുക്കളായി നിന്നവർ ഇപ്പോൾ അവരുടെ മിത്രങ്ങളായി വരാൻ സാധ്യതയുണ്ട് വിഷുഫലമായി. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും, കുടുംബാംഗങ്ങൾ തമ്മിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ നല്ല ഐക്യതയോടെ പെരുമാറാനും ഒക്കെ കഴിയുന്ന ഒരു അവസരമാണ് വരുന്നത്. അതുമൂലം കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവുകയും ചെയ്യും. ബന്ധുമിത്രാദികളുമായി സഹകരിക്കാൻ ഇടവരും. ഇനി ബന്ധുക്കളായിട്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള മിത്രങ്ങളായിട്ടോ ഒക്കെ ഇടപെടാനായിട്ടും സഹകരിക്കാനായിട്ടൊക്കെ ഇട വരുന്നതാണ്. പലർക്കും ഇവർ സഹായങ്ങൾ ചെയ്യാൻ ഇടവരും. അങ്ങാട് ഇവരെ സംബന്ധിച്ച് അവരങ്ങോട്ട് സഹായങ്ങൾ കൊടുക്കാൻ ഇടവരും. ചുരുക്കത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം ഭാഗ്യവും അഭിവൃദ്ധിയും നിറഞ്ഞതായിരിക്കും. ഈ വിഷുഫലം ഇവരെ സംബന്ധിച്ച്, ഈ ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ച്.
അപ്പോൾ ഈ ഉത്തര നക്ഷത്രക്കാരുടെ വിഷുഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.